കല്ലമ്പലത്തെ ദേശീയപാതയുടെ വികസനവുമായി ബന്ധപ്പെട്ട് മതിൽ കെട്ടിത്തിരിച്ചുള്ള നിർമ്മാണ പ്രവർത്തനം ഇവിടെ പാടില്ല എന്ന് കാണിച്ച് 2021 ഇവിടുത്തെ പൊതുജനങ്ങളും വ്യാപാരികളും ഒക്കെ വലിയ സമരം നടത്തിയിരുന്നു. ഈ അടുത്തിടെ തുടർച്ചയായിട്ട് 2-3 അപകട വാർത്തകൾ നമ്മൾ കേട്ടു. മലപ്പുറത്തും കൊല്ലത്തും ഒക്കെ ഈ മതിൽ കെട്ടിയുള്ള നിർമ്മാണം അപകടത്തിൽപ്പെട്ടതിന് പിന്നാലെ കേന്ദ്രത്തിൽ ചില തീരുമാനങ്ങൾ വരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഇവിടുത്തെ പൊതുജനങ്ങളുടെ അഭിപ്രായം കൂടി കേൾക്കാം. വന്നാ സന്തോഷം. അല്ലെങ്കിൽ മതിൽ കെട്ടി അടച്ചു കഴിഞ്ഞാൽ ഇത് രണ്ട് രാജ്യമായില്ലേ. നമുക്ക് പിള്ളേർക്ക് സ്കൂളിൽ പോകുന്നതിന് ഈ സൈഡിൽ നിന്ന് അപ്പുറത്ത് ക്രോസ് ചെയ്യണമെങ്കിൽ ബുദ്ധിമുട്ടാണ്. എല്ലാം കൊണ്ടും അതൊരു ബുദ്ധിമുട്ടാണ്. നടക്കുമെങ്കിൽ കൊള്ളാം. നല്ല കച്ചവടക്കാർക്കൊക്കെ നല്ല കാര്യങ്ങൾ നടക്കും, ബിസിനസ് നടക്കും. കെട്ടി അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒന്നും നടക്കില്ല. നാവായിലൊക്കെ 28 അതുപോലെ ആകും. അതിനെയും കാട്ടി പ്രളയം ഓരോ വരുന്നതാണ് നല്ലത്. ഇടിച്ചിട്ട് ഫില്ലറാകണം, എങ്കിലേ അത് ഉപയോഗമുള്ള. ഇടിക്കെന്ന് പറഞ്ഞു കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുണ്ട്, മാറ്റണമെന്ന് പറഞ്ഞു. പ്രതീക്ഷ പോയിട്ടില്ല. അതിന്റെ ചർച്ച കാര്യങ്ങൾ നമ്മളിവിടെ നേതൃത്വത്തിൽ ഇവിടെ ഉണ്ടായിരുന്നു. അത് എന്നാൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യമല്ലേ, അതാണ് പറയേണ്ടത്. മതില് കെട്ടാതെ ഇതുപോലെ തന്നെ വരണം. ഇപ്പൊ ഈ അടുത്ത സമയത്ത് സമരങ്ങൾ ഒക്കെ നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് കെട്ടിമറിച്ചാൽ ഇവിടെ ഇത് ഒന്നും കാണാനും കേൾക്കാനും പറ്റൂലല്ലോ. കല്ലമ്പലം ഒന്നും രക്ഷപ്പെട്ടില്ല. രക്ഷപ്പെടാൻ മതിൽ കെട്ടിപ്പോയി കഴിഞ്ഞാൽ രക്ഷപ്പെടത്തില്ല. സൂചനകൾ വരുന്നതല്ലേ ഏറ്റവും നല്ലത്. നല്ലവണ്ണൊക്കെ ചെയ്യണം. അവർ അശാസ്ത്രീയമായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ ഇതാവുന്നത്. നല്ലവണ്ണൊക്കെ ചെയ്ത ആൾക്കാർക്ക് രണ്ടുപേരായിട്ട് നല്ലവണ്ണൊക്കെ ചെയ്താൽ ഒരു കുഴപ്പമില്ല, ആൾക്കാർക്ക് ഉപയോഗിക്കും. നല്ല കാര്യമാണല്ലോ ഈ മതിൽ കെട്ടി അടക്കണ കാട്ടിയും, അതല്ലേ നല്ലത്. എല്ലാവർക്കും നല്ലൊരു ആശ്വാസകരമായ വാർത്തയാണ്. ഇതിപ്പോ നല്ലൊരു വാർത്തയില്ല. വരുന്നതിനോട് 100% യോജിക്കുകയാണ്. ഈ മതിൽ കെട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ലമ്പലത്തിനെ രണ്ടായിട്ട് വേർതിരിക്കുന്ന ഒന്ന്. രണ്ടാമത് അത് ശാസ്ത്രീയപരമായിട്ടുള്ള ഇതല്ല. സർവീസ് റോഡുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും തിരക്കുകളുണ്ടാവും. മതിൽ കെട്ടാതെ ഇതേപോലെ ഫ്ലൈ ഓവറിൽ നിർത്തിക്കൊണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ജനങ്ങൾക്കും ഗുണകരമാവും, യാത്രക്കാർക്ക് വണ്ടിയിൽ പോകുന്നവർക്കും ഗുണകരമാവും. വരട്ടെ, വന്നാൽ ആശ്വാസമാണ്. ആര് സമരം ചെയ്താലും വരേണ്ടത് വരും, പോവേണ്ടത് പോകും. മലപ്പുറത്തും കൊല്ലത്തും ഈ അപകടങ്ങൾ ഉണ്ടായപ്പോഴാണ് പഠിച്ചത്. അപകടങ്ങൾ ഉണ്ടായതിനെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നേരത്തെ ഇത് ചെയ്യുന്ന സമയത്ത് ആൾക്കാർ അതിന് തീരുമാനം എടുക്കേണ്ടതില്ലേ. ഇങ്ങനെ ഒരു അപകടം ഉണ്ടാവാനും ഇങ്ങനെ ഒരു പ്രൊട്ടക്ഷനും ഇല്ലാതെ വെറും പ്ലേറ്റുകൾ മാത്രം വെച്ചിട്ട് റോഡ് ചെയ്യുമ്പോഴത്തേക്കും ആലോചിക്കേണ്ടതാണ്.